ഉല്ലാസ് ബാബു, ഹൂസ് ചൈൽഡ് ഈസ് ദിസ് എന്നതാണ് ഇതുവരെ ഡോക്ടർ സമ്പത്ത് സംസാരിച്ചതിൽ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും ഷാർപ്പായിട്ട് ഉന്നയിച്ച ഒരു ചോദ്യം. ഇത് ആരുടെ സന്തതിയാണ്? ആരാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്? കേന്ദ്ര സർക്കാർ നൽകിയ തുക എന്നതാണെങ്കിൽ ആ തുക കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന നിലയ്ക്കാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എല്ലാ വിവരങ്ങളും നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മറ്റ് കണക്കുകളിലേക്ക് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞില്ല പ്രതികരണങ്ങൾ ചോദിച്ചപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമോ? കേന്ദ്രം നൽകേണ്ട വിഹിതം ഇപ്പോൾ 2023-24 വിഹിതം നൽകാതിരുന്നിട്ട് പോലും ഒറ്റ രൂപ കൊടുക്കാതിരുന്നിട്ട് പോലും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല എന്ന ഒരു ക്രെഡിറ്റ് കൂടി സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക് എന്താണ് ഈ പ്രശ്നത്തിൽ? ഗോപികൃഷ്ണൻജി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ബഹുമാനായിട്ടുള്ള സമ്പത്ത് സാറ് ഇതുപോലെ പ്രതിസന്ധിയിലായിട്ടുള്ളൊരു ചർച്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം പരത്തി പറഞ്ഞു, പക്ഷേ പരത്തി പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു വേദന നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരുവിധമൊക്കെ ന്യായമായ കാര്യങ്ങളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. പക്ഷേ ഈ തവണ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഒരുവിധം അങ്ങോട്ട് പറഞ്ഞ് ഒപ്പിച്ചു എന്നുള്ളതുള്ളൂ. ഇതിൻ്റെ ഗോപികൃഷ്ണൻ്റെ ഈ ചോദ്യത്തിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. എന്താ ചോദ്യം ഉണ്ടായിരുന്നത്? 2023-24 പൈസ തന്നിട്ടില്ല. അങ്ങനെയില്ല സാർ, എന്താ കൊടുക്കാത്തത്? ഗോപികൃഷ്ണനാണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ ഒരു പണം ഒരു കാര്യത്തിന് നമ്മൾ വിനിയോഗിക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൊടുക്കുന്ന ആളുകളോട് നമ്മൾ കൊടുക്കുന്ന മാനദണ്ഡമുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പൈസ കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റില്ല എന്ന് അങ്ങോട്ട് കത്തെഴുതി അത് പാർട്ടി വേദികളിൽ പ്രസംഗിച്ച് തగ్గടിച്ച് നടന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണ്, ബഹുമാനിയായിട്ടുള്ള വീണ ജോർജ്. അതിനുശേഷം പിന്നെ അത് ആയിക്കോളാം, ഞങ്ങൾ അങ്ങനെ മാനദണ്ഡം പാലിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പൈസ ലാപ്സ് ചെയ്താൽ കൊടുക്കാതിരുന്നിട്ടും എന്ന് പറയണ്ട, കൊടുക്കാതിരുന്നിട്ടല്ല, കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട മാതൃകയിൽ കൊടുക്കാൻ നോക്കിയ സമയത്ത് സൗകര്യമില്ല എന്നിവർ എഴുതി അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ട് കൊടുക്കാൻ സാധ്യമാവില്ല, അത് ലാപ്സായി പോയത്. പിന്നീട് വന്ന വർഷങ്ങളിലെ കാശ് കൃത്യമായിട്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അധികവും കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഗോപികൃഷ്ണൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികൾ ആരോഗ്യമന്ത്രിയോട് ചോദിച്ച സമയത്ത് ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞത്? അല്ല, ഇല്ല എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പൈസ തന്നില്ല എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ കുടിശ്ശിക കിട്ടാണ്ടെന്ന് പറഞ്ഞു. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ടേബിളിൽ വെച്ചിട്ടുണ്ട്, കിട്ടാനില്ല അല്ലെങ്കിൽ കിട്ടാനുണ്ട് എന്ന് ഓപ്പണായിട്ട് നിങ്ങളോട് പറയാമല്ലോ. എന്താ പറയാഞ്ഞ്? അത് പറയാത്തത് എന്താ വെച്ചാൽ ആ കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടി തന്നെയാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ ബഹുമാനനായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിലപാട് എന്താണ് എന്നും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതും കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. പോസിറ്റീവായിട്ടാണ് ആ തീരുമാനമെടുത്തത്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഇപ്പോഴല്ല കേട്ടോ, അദ്ദേഹം ചാർജ് എടുത്ത സമയത്ത് കണ്ട സമയത്ത് ഈ വിഷയം ഉന്നയിച്ചു എന്നും ആ ഉന്നയിച്ച സമയത്ത് പോസിറ്റീവായിട്ട് എടുത്തുവെന്നും അത് അർജൻറ്റായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ബോധ്യമുണ്ട് എന്നും കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലുള്ള തീരുമാനം. അത് അടിയന്തരമായി തന്നെ ആ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ആ തീരുമാനത്തിൻ്റെ ഗുണം ഈ ആശാ അമ്മമാരിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായ കാര്യം. ഇവിടെ എന്താണ് വിഷയമുള്ളത്? കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ബഹുമാനനായിട്ടുള്ള സമ്പത്ത് സാറുടെ പാർട്ടി അങ്ങ് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളല്ലേ. ഉല്ലാസ് ബാബു, അതിനകത്ത് ചെറിയ സംശയം. അതായത് 2006 ഇപ്പോൾ കേന്ദ്രം നൽകുന്ന 3000 രൂപ, അതായത് ഓണറേറിയം ആശമാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് 7000 രൂപ ഓണറേറിയമാണ്. അതിൽ കേന്ദ്രം നൽകുന്ന 3000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് 1600 രൂപ കേന്ദ്രവും 1400 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. ഈ അനുപാതം, അതായത് അവരുടെ സേവനത്തിനുള്ള ഇൻസെൻറ്റീവ് 60:40 എന്ന അനുപാതത്തിൽ നൽകാനുള്ള തീരുമാനം 2006 കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തുക എന്ന നിലയിലാണ് കൊടുക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണോ അതോ കേരളത്തിനാണോ? പറഞ്ഞൊരു കാര്യം പറയട്ടെ. 58 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന സമയത്ത് നിജേഷിനും ഈ ബഹുമാനായിട്ടുള്ള CPM-ൻ്റെ പ്രതിനിധിക്ക് എനിക്ക് മറുപടി പറയണം. ആ മറുപടി പറഞ്ഞതിന് ശേഷം അങ്ങ് ചോദിച്ച ചോദ്യത്തിനും അറിയാം. അങ്ങ് ആ സമയത്തൊന്നും ഇത് ചോദിച്ചില്ലല്ലോ. കേന്ദ്രം അങ്ങ് ചോദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞാലെന്ന് എന്താ കുഴപ്പമുള്ളത്? കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇവർ പറയുന്ന വിഷയം എന്താണ്? ആശാ അമ്മമാരുടെ കാര്യം വളരെ വ്യക്തമാണ്. ഇനിയിപ്പോൾ ഓണററി എന്നുള്ള പേരിലായാലും കുഴപ്പമില്ല, ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ പേരിലായാലും കുഴപ്പമില്ല,
സാമ്പത്തികപരമായിട്ട് ഗുണം കിട്ടുന്ന രീതി അതെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന തൊഴിലിന് കൃത്യമായിട്ടുള്ള വേതനം എന്ന് പറഞ്ഞാൽ കൂടുതൽ സാമ്പത്തികം അവർക്ക് കിട്ടണം. കാരണം അവർ അർഹതപ്പെട്ടിട്ടുണ്ട്. ഇത് തുടങ്ങുന്ന സമയത്ത് 3-4 കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തിരുന്നത്. ഇന്ന് 45ഓളം ഹെഡുകളാണ് ആശാമ്മമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കണം, ഉത്തരവാദിത്വമുണ്ട്. അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ഇവിടെയും പരിഗണിക്കപ്പെടണം. സംസ്ഥാന സർക്കാർ CPIMൻ്റെ പാർട്ടി ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇറക്കിയിട്ടുള്ളവരുടെ പ്രകടന പത്രികയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണറേറിയം എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓണറേറിയം കൂട്ടിയത് കാലാകാലമായി ഞങ്ങളാണെന്നും അത് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്പത്ത് സാറേ അതിൽ എഴുതി വെച്ചത് നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്കാവുന്നില്ല എങ്കിൽ ഈ ചൈൽഡ് കേന്ദ്രത്തിൻ്റേതാണ് എങ്കിൽ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്ത് മേടിച്ചു കൊടുക്കുന്നല്ലേ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയേണ്ടത്. സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇറക്കിയിട്ട് നിങ്ങൾ എന്തിനാ പ്രചരണം നടത്തിയത്? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം ഒരു സമരം ചെയ്യുന്ന സമയത്ത് 39 ദിവസമായിട്ട് സമരം ചെയ്യുന്ന സമയത്ത് ആ സമരക്കാരോട് നിങ്ങൾ കാണിച്ച നീതി എന്താ? ആ സമരക്കാരോട് നിങ്ങൾ സംസാരിക്കാത്തത് എന്താ? ആ സമരം തീർത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കാൻ കേരളത്തിലൊരു ആരോഗ്യമന്ത്രിക്ക് പ്രാപ്തിയില്ല എന്ന് ഞങ്ങൾ കരുതണോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതിൽ താല്പര്യമില്ല എന്ന് കരുതണം? ഗോപികൃഷ്ണ, ഇതിനകത്ത് ഏറ്റവും കൂടുതലുണ്ടായ വിഷയം പൊളിറ്റിക്കൽ ഈഗോയാണ്. പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ മാഷറുടെയും വീണ ജോർജിൻ്റെയും സർവോപരി CPIMൻ്റെയും പൊളിറ്റിക്കൽ ഈഗോ ആണ്. ഇവരുടെ സമരത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല. ഇവരുടെ സമരത്തിന് മുമ്പിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് നമുക്ക് ക്ഷീണമാണ് എന്നുള്ള ഈഗോ, കോംപ്ലക്സ്, കുശുമ്പ് ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. അമ്മമാർ എന്ന് പറയപ്പെടുന്ന കുറേ നേരം സമരം ചെയ്ത് പൊയ്ക്കോളും എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി. ഒരു സംശയവും വേണ്ട, അവർ നേടിയെടുത്തിട്ട് തന്നെ പോവുള്ളൂ. കാരണം അവരുടെ തീരുമാനങ്ങൾ ഉറച്ച തീരുമാനമാണ്, അത് ന്യായവുമാണ്. കേന്ദ്ര സർക്കാരിന് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യുകയും ഒപ്പം തന്നെ ഇവർക്ക് കൂട്ടിക്കൊടുക്കേണ്ട വിഹിതം കൃത്യമായി തന്നെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. ബഹുമാനനായിട്ടുള്ള കേരളത്തിലെ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സഹമന്ത്രി അത് JP നദ്ദാജിയുമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഇവരോട് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ സംസാരിക്കുക മാത്രമല്ല അത് നടപടിയാക്കേണ്ട തീരുമാനങ്ങളും അത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയപ്പെടുന്ന DBT സിസ്റ്റത്തിലൂടെ ഈ അമ്മമാരുടെ കൈകളിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള പ്രവർത്തിയെങ്കിലും ശ്രമിക്കും എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവൃത്തി പരിപൂർണമായിട്ട് അവിടെ നടക്കുകയും ചെയ്യും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ, നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സമരം ചെയ്ത കാര്യങ്ങൾ അത് നിങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക. നിങ്ങൾ എന്തിനാണ് ഇവർ ആക്ഷേപിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ സമരം ചെയ്യുന്ന സമയത്ത് ഗണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രസംഗിക്കണം? വിജയരാഘവൻ എന്ത് അടിസ്ഥാനത്തിൽ പ്രസംഗിച്ചു? എന്ത് അടിസ്ഥാനത്തിൽ ഗോപിനാഥൻ പ്രസംഗിച്ചു? എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ദേശാഭിമാനി ലേഖനം എഴുതി? എന്താ മറ്റുള്ള സമരങ്ങളോട് നിങ്ങൾ ഈ നീതിയാണോ കാണിച്ചിരുന്നത്? നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന സമരം നടത്തുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ സംഘടനകൾ നിങ്ങൾ ഇതേപോലെ ധിക്കരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ അവരോട് പെരുമാറുക? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ ഇതേപോലെയാണോ സമ്പത്ത് സാർ പറഞ്ഞ പോലെയാണോ എടുക്കാറ്? അല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തുമാവാം, നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ കേട്ടുകൊള്ളണം. അത് ധിക്കാരം തന്നെയല്ലേ? ആ കണ്ണാടി മിനിമേഡത്തിൻ്റെ മുഖത്തേക്ക് തിരിച്ചു വെക്കേണ്ട കാര്യമില്ല. ആ കണ്ണാടി തിരിച്ചു വെക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയുടെ ഒപ്പം ഈ കണ്ണാടി തിരിച്ചു വെക്കുക. എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളും ഈ കണ്ണാടിയിൽ കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് പറഞ്ഞത്. നിങ്ങൾ ആശാ അമ്മമാർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ വോട്ട് മേടിച്ചിട്ടുണ്ടെന്നേ. ഇവരുടെ എടുത്ത പ്രവർത്തനങ്ങൾ പരിപൂർണമായി നിങ്ങൾ വോട്ട് മേടിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ. ഇവരെടുത്ത പ്രവർത്തനങ്ങൾ വെച്ച് നിങ്ങൾ 1-ാം നമ്പറാകാൻ ഓടിയിട്ടുണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് അവരോട് കുറ്റം പറയുക, കൊഞ്ഞനം കുത്ത എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായി തെറ്റാണ്. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഈഗോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യത്തിന് സാമ്പത്തികമില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. ഇന്ന് മന്ത്രി വീണ ജോർജ് പോയിട്ടുള്ളത് ഈ അമ്മമാരുടെ വിഷയം പരിഹരിക്കാനാണോ? ഗോപികൃഷ്ണ പറ. ഇന്ന് വീണ ജോർജ് ഡൽഹിക്ക് പോയിട്ടുള്ളതിൽ ഏക അജണ്ട എന്ന് പറയപ്പെടുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ കാര്യങ്ങൾ സംസാരിച്ച് ആ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനാണോ അല്ലയോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന ശേഷമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതൊരു അജണ്ടയിൽ ഇല്ലെന്ന് ഇവരുടെ
സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ മൂടി ഈ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അതുമാകാം എന്നവർ കരുതി എന്നുമാകണം. അവർ പോയത് ക്യൂബൻ ഡെലിഗേറ്റ്സുമായി സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ? അപ്പോഴും ആശാ അമ്മമാരുടെ പ്രശ്നം കേന്ദ്രവുമായി സംസാരിച്ച് അടിയന്തരമായി പ്രശ്നം പരിഹരിച്ച് ഈ കൊടും ചൂടിൽ ആ അമ്മമാരുടെ പ്രയാസങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കി അവരുടെ പ്രയാസങ്ങൾ തീർക്കുക എന്ന സതുദ്ദേശത്തിലല്ല വീണ ജോർജ് എന്ന് പറയപ്പെടുന്ന കേരളത്തിൻ്റെ ബഹുമാന്യയായ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത്. അവർക്ക് അവരുടെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. അപ്പൊ ഇത് എന്ന് പറയപ്പെടുന്നത് ഇവരുടെ അജണ്ടയിലില്ല ഇത് പരിഹരിക്കപ്പെടണമെന്നുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈഗോയാണ്. ആ ഈഗോയും കോംപ്ലക്സും മാറ്റിവെച്ചെങ്കിൽ മാത്രമാണ് പരിഹരിക്കപ്പെടുകയുള്ളൂ. ഉല്ലാസ് ബാബു, അതായത് ഞാൻ ചോദിച്ചത് അത് തന്നെയാണ്. 2006 കേന്ദ്രം തീരുമാനിച്ച തുകയാണ് നൽകുന്നതെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനും കേന്ദ്രം തീരുമാനിച്ചാൽ പോരെ? താങ്കൾ പറഞ്ഞതുപോലെ ബഹുമാന്യനായ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ലേ ഇതുള്ളൂ? എന്തിനാണ് ഈ സംസ്ഥാന സർക്കാരിന് മേൽ ഇങ്ങനെ പഴിചാരി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമേ ഇല്ലല്ലോ? കേന്ദ്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം എന്ന നിലയിൽ ആണോ ഗോപികൃഷ്ണ? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ആരോഗ്യ വിഷയങ്ങൾ, സംസ്ഥാനത്തിന് ഇംപ്ലിമെൻറ്റിംഗ് പവറുള്ള ആരോഗ്യ വിഷയം, ആ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ ആരോഗ്യ വിഷയത്തിൽ ഞാൻ അങ്ങേക്ക് തന്നെ ഒരു അയച്ചു തന്നൊരു കാര്യമുണ്ടല്ലോ. ആ ആരോഗ്യ ലിസ്റ്റിൽ സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന മറ്റ് സഹായങ്ങൾ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ കേന്ദ്രത്തിൻ്റെ സഹകരണം ഉണ്ടാവുക, ഇത്യാദി കാര്യങ്ങളാണ് കേന്ദ്രത്തിന് സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൽ കേന്ദ്രം വരുത്തേണ്ട മാറ്റങ്ങളും ഉയർത്തേണ്ട കാര്യങ്ങളും കേന്ദ്രം 100% പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. മറ്റത് കേരള സർക്കാർ തന്നെ തീരുമാനമെടുക്കേണ്ട കാര്യമാണെന്ന്